+1 ബാച്ചുകളിൽ സർക്കാർ സ്കൂളുകളെ തഴഞ്ഞുവെന്ന് ഇടത് അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. ബാച്ചുകൾ നൽകിയത് മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ്. സർക്കാർ സ്കൂളുകളെ തകർക്കുന്ന നിലപാടാണ് ഇതെന്നും KSTA പറഞ്ഞു. ഈ ഗവൺമെൻറ് വന്ന ഉടനെ മലബാർ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യത്തിന് സീറ്റില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് 120ഓളം ബാച്ചുകൾ അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനൊരു ബാച്ച് അനുവദിക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാകണമായിരുന്നു. അതല്ലാത്തതിൻ്റെ ദുര്യോഗം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ UDF ഗവൺമെൻറ്റാണ് മലബാർ മേഖലയിലേക്ക് ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ള പേരിൽ ബാച്ചുകൾ അനുവദിച്ച് പത്തനംതിട്ടയിലും കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെ ധാരാളം എയ്ഡഡ് സ്കൂളുകൾക്ക് ബാച്ചുകൾ നൽകിയത്. അതിൻ്റെ ദുര്യോഗം ഇപ്രാവശ്യത്തെ അഡ്മിഷൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ധാരാളം ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാതെ ബാച്ചുകളും നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. ഗവൺമെൻറ് സ്കൂളുകളിലെ സൗകര്യങ്ങളുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാതെ ഇരിക്കും. അവിടെയൊക്കെ അശാസ്ത്രീയമായി കഴിഞ്ഞ UDF ഗവൺമെൻറ് അനുവദിച്ച എയ്ഡഡ് സ്കൂൾ അനുവദിച്ച ബാച്ചുകളുടെ പരിണിത ഫലമാണ്. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ്.